നമസ്കാരം. ഒരു ഡോക്ടർ 10 വർഷത്തെ പരിചയമുണ്ട്, എക്സലന്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് സ്കില്ലുണ്ട്, പേഷ്യൻസിന് ശരിക്കും റിസൾട്ട് കിട്ടുന്നു. അതേ ഡോക്ടറിന്റെ തൊട്ടടുത്ത് മറ്റൊരു ക്ലിനിക് ഉണ്ട്, 5 വർഷം മാത്രം പരിചയമുള്ള ഒരാളാണ്, ഇരട്ടിയിലേറെ വരുമാനം അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ വ്യത്യാസം എന്താണ്? അവരുടെ സ്കില്ലിലല്ല, പക്ഷെ മറ്റെന്തോ ഒന്നിലാണ്. ഇന്ന് നമുക്ക് ആ എന്തോ കൃത്യമായി മനസ്സിലാക്കാം, കണ്ടെത്താം. നമസ്കാരം, ഞാൻ ഡോക്ടർ ശരത് കൃഷ്ണ. ഇന്നത്തെ എപ്പിസോഡ് ഒരു ബ്ലെയിം ഗെയിം അല്ല, ഇതൊരു ഡയഗ്നോസിസ് ആണ്. ഡോക്ടേഴ്സായ നമ്മൾ എല്ലാവരും തന്നെ പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യാൻ പഠിച്ചവരാണ്. ഇന്ന് നമ്മുടെ സ്വന്തം ക്ലിനിക്കിനെ നമുക്കൊന്ന് ഡയഗ്നോസ് ചെയ്യാം. 4 കാരണങ്ങളാണ് ഈ വീഡിയോയിൽ പറയുക. ഓരോന്നും ശ്രദ്ധിച്ച് കേൾക്കുക. ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒന്ന് നിങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്ന്, നിങ്ങൾക്കൊരു പേഷ്യന്റ് ഫ്ലോ സിസ്റ്റം ഇല്ല. ഒട്ടുമിക്ക ഡോക്ടേഴ്സും കാത്തിരിക്കുകയാണ്. ഒരു പേഷ്യന്റ് സുഖം പ്രാപിച്ചാൽ അവർ മറ്റൊരാളോട് പറയും, അങ്ങനെ മറ്റുള്ള പേഷ്യൻസ് വരും. ഇത് ശരിയാണ്, പക്ഷെ ഇതൊരു സിസ്റ്റം അല്ല, ഇതൊരു ഹോപ്പാണ്. പ്രതീക്ഷയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ കൺട്രോളിലല്ല. ഒരു മാസം എത്ര പേഷ്യൻസ് വരും എന്ന് നമ്മൾക്ക് പ്രവചിക്കാൻ പോലും കഴിയില്ല. എന്നാൽ വരുമാനം സ്ഥിരമായി വരണമെങ്കിൽ പേഷ്യന്റ് വരുന്നത് ലക്ക് കൊണ്ടായിരിക്കരുത്, ഒരു പ്രഡിക്റ്റബിൾ സിസ്റ്റത്തിൽ ആയിരിക്കണം അത് വർക്ക് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തത്, നമ്മളുടെ ഫീസ് നമ്മൾ നിശ്ചയിക്കുമ്പോൾ എവിടെയോ ഒരു ഗിൽറ്റ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇത്രയും വാങ്ങിയാൽ പേഷ്യന്റ് അധികമായിട്ട് തോന്നുന്നു, ഞാനൊരു സർവീസ് പേഴ്സൺ ആണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു ബിസിനസ്സുകാരനല്ല. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരികയും അണ്ടർ പ്രൈസ്ഡ് ആയി പോകാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാവുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഫെയർ ആയ ഒരു ഫീസ് നമ്മൾ വാങ്ങുന്നത് ഒരിക്കലും അൺഎത്തിക്കൽ അല്ല. ഫ്രീ ആയോ അണ്ടർ പ്രൈസ്ഡ് ആയോ നമ്മൾ സർവീസ് സ്ഥിരമായി കൊടുത്താൽ നമ്മൾ ഒരുപാട് വൈകാതെ തന്നെ ക്ലിനിക്ക് അടച്ചു പൂട്ടേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. ഇത് സത്യത്തിൽ പേഷ്യന്റിനോട് ചെയ്യുന്ന ഒരു ഇൻജസ്റ്റിസ് ആണ്. നിങ്ങൾ നിലനിന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു പേഷ്യന്റിനെയോ മറ്റാരെയെങ്കിലുമോ സഹായിക്കാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പേഷ്യന്റ് ഒരിക്കൽ മാത്രമാണ് നിങ്ങളെ കാണാൻ വരുന്നത്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് ഒരിക്കൽ മാത്രമാണ് വരുന്നത്. ചിന്തിച്ചു നോക്കുക, ഒരു പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് വരുന്നു, ട്രീറ്റ്മെന്റ് എടുക്കുന്നു, അസുഖം മാറുന്നു അല്ലെങ്കിൽ സുഖം കിട്ടുന്നു, അദ്ദേഹം പോയി തിരികെ വരുന്നില്ല, റെഫറൽ ഇല്ലാതെ വരുന്നില്ല. ഇതൊരു ലീക്കേജ് ബക്കറ്റ് പോലെയാണ്. എത്ര പുതിയ പേഷ്യന്റ് വന്നാലും താഴെ ഒരു ഒരു ലീക്കേജിലൂടെ എല്ലാവരും ഒഴുകി പോകുന്നു. ഇവിടെ ഫോളോ അപ്പ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, വെൽനസ് പ്രോഗ്രാംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും പുതിയ പേഷ്യൻസിനെ മാത്രം നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. അതാണ് ഇതിലെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ വഴി ഇവിടെയാണ്. ഇനി മറ്റൊരു നാലാമത്തെ കാരണമായിട്ടുള്ളത്, നിങ്ങൾ ഓൺലൈനിൽ ഇൻവിസിബിൾ ആണ് എന്നുള്ളതാണ്. ഇന്ന് ഒരാൾക്കൊരു ആരോഗ്യ പ്രശ്നം, ഹെൽത്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അയാൾ ആദ്യമേ ചെയ്യുന്നത് ഗൂഗിൾ നോക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, ഇതൊന്നും അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഓപ്ഷൻസിൽ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ട്രീറ്റ്മെന്റ് എത്ര നല്ലതാണെങ്കിലും, നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ടെങ്കിലും, നിങ്ങൾ ഓൺലൈനിൽ വിസിബിലിറ്റി ഇല്ലാത്ത ഒരു എക്സലൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എക്സിസ്റ്റൻസ് ഇല്ലാത്തതിന് തുല്യമാണ് അത്. ഈ 4 കാരണങ്ങളും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊന്നും നിങ്ങളുടെ ക്യാരക്ടർ പ്രോബ്ലം അല്ല, ഇവ സ്കിൽ ഗ്യാപ്പുകളാണ്. ആരും പഠിപ്പിക്കാത്ത സ്കിൽസ്. നല്ല വീഡിയോ എടുക്കാൻ നമ്മൾ ആരെയും പഠിപ്പിച്ചിട്ടില്ല, ക്യാമറയുടെ മുമ്പിൽ കോൺഫിഡന്റ് ആയി നിൽക്കാൻ നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല, എങ്ങനെ കണ്ടന്റ് പറയണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം തന്നെ സ്കില്ലുകളാണ്, നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. ഇതൊക്കെ തന്നെ സ്കിൽ ഗ്യാപ്പുകളാണ്, ഒരിക്കലും നിങ്ങളുടെ ക്യാരക്ടർ ഗ്യാപ്പുകൾ അല്ലെങ്കിൽ ക്യാരക്ടർ പ്രോബ്ലം അല്ല. സോ ഇതിന്റെ ഒരു ഏറ്റവും മനോഹരമായ നല്ല ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കില്ലുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്, ക്യാരക്ടറാണ് നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു സിസ്റ്റം പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇതിന്റെ ഒരു എക്സാമ്പിൾ മനസ്സിലാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന എന്റെ മൈ സ്റ്റോറി എന്ന് പറയുന്ന വീഡിയോ ഒന്ന് കാണുക. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഞാൻ ഇതിലേക്ക് എത്തി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ 4 ഗ്യാപ്പുകൾ എങ്ങനെ അടയ്ക്കാമെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ എൻ്റെ ലൈവ് വെബിനാറിൽ പഠിപ്പിക്കുന്നുണ്ട്. പേഷ്യന്റ് ഫ്ലോ സിസ്റ്റംസ് തൊട്ട് എങ്ങനെയാണ് പ്രൈസിംഗ് സ്ട്രാറ്റജി വരെ എന്നുള്ളത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്ത എപ്പിസോഡിൽ വാട്ട് ഈസ് ആൻ ആയുർവേദ ബിസിനസ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.